6ാമത്തെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളിനെ തന്നെ ആയിരിക്കണേ നീ തരേണ്ടത്. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി മാതാവുമായിട്ടും ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ ജനുവരിയിൽ തന്നെ എനിക്കൊരാലോചന വന്നു. സാധാരണ വീട്ടിൽ അങ്ങനെ മാരേജ് നോക്കിയിരുന്നതല്ല, പക്ഷേ എന്തോ മാതാവിൻ്റെ പ്രസൻസ് എല്ലാവർക്കും ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പള്ളിയായിട്ട് ഒരുപാട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഹസ്ബൻഡിൻ്റെ ബ്രദർ അച്ചമ്പട്ടത്തിന് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പം ചിലപ്പോൾ ഇത് മാതാവിൻ്റെ ഉടമ്പടിയിൽ വെച്ചതല്ലേ, ഇനി മാതാവായിട്ട് കൊണ്ടുവന്നതാണോ എന്ന് വിചാരിച്ച് എല്ലാം അന്വേഷിച്ച് വിവാഹാലോചന മുന്നോട്ട് പോയി. പെണ്ണാണൽ ചടങ്ങ് കഴിഞ്ഞ് ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ പുറത്ത് പോയി ചെരുപ്പിടാൻ കുനിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഉടമ്പടി കാശുരൂപ നേരെ മാലയിൽ നിന്ന് കഴുത്തിങ്ങ് പുറത്തോട്ട് വരുന്നു. അപ്പം വിചാരിച്ച് അപ്പോഴാണ് ഞങ്ങൾ കാണുന്നത് ഇദ്ദേഹം ഉടമ്പടി എടുത്ത ആളാണെന്ന്. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി.